മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ 4 മണിക്ക് നടക്കും. 3 ആഴ്ചത്തെ അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 34 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ റോഡ് ഷോയ്ക്ക് നാഗ്പൂരിൽ തുടക്കമായി. മഹാരാഷ്ട്രയിൽ ഒടുവിൽ BJP നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ ഏറ്റുന്നു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്നത്. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏറെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. ആർക്കാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നത് ആശയക്കുഴപ്പമുണ്ടായി. ആഭ്യന്തര വകുപ്പ് എന്ന ആവശ്യം, ഇതൊക്കെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയതാണ്. ഒടുവിൽ ഇതിനെല്ലാം സമവായം ഉണ്ടാക്കിക്കൊണ്ടാണോ ഇപ്പോൾ മന്ത്രിസഭാ വികസനം നടക്കുന്നത്? സജിത, ആദ്യം മുഖ്യമന്ത്രി ആരെന്നതിലടക്കമുള്ള തർക്കങ്ങളായിരുന്നു മഹായുതി സർക്കാരിനെ വലിയ രീതിയിൽ വലച്ചത് എങ്കിൽ പിന്നീട് അത് മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഏകനാഥിന്റെ ആ രീതിയിലേക്ക് പോയതിന് പിന്നാലെ അതിന്റെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 3 ആഴ്ചത്തോളമായി മുഖ്യമന്ത്രി, 2 ഉപമുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് അതിനുശേഷവും ഇത് കീറാമുട്ടിയായി നീങ്ങുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി ഏകനാഥിന്റെ അനുനയിപ്പിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്ത് ഏതൊക്കെ വകുപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ കഴിഞ്ഞ ഏകനാഥിന്റെ മന്ത്രിസഭയിലെ ശിവസേനയിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഉദയ് സാമന്ത്, ശംഭുരാജ് ദേശായി, ഗുലാബ് റാവു പാട്ടീൽ, ദാദാ ഭുസെ, സഞ്ജയ് റാത്തോഡ് എന്നിവർ ഇത്തവണയും നിലനിൽക്കും. മന്ത്രിമാരായി ഇന്നും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ചില പ്രമുഖ ശിവസേന നേതാക്കൾ മന്ത്രിസഭയിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ ചില ആളുകൾ, അതായത് ദീപക് കെ സർക്കാർ, താനാജി സാവന്ത്, അബ്ദുൾ സത്താർ എന്നിവരുടെ പേരുകൾ ഇത്തവണ മന്ത്രിസഭയിലേക്ക് ശിവസേന നൽകിയിട്ടില്ല എന്നുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതിനു പുറമെ പുതുമുഖങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ശിവസേന ഇത്തവണ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. 13 മന്ത്രിമാരെയാണ് ഇത്തവണ ഏകനാഥിന്റെ വിഭാഗത്തിന്റെ ശിവസേനയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ സഞ്ജയ് ഷിർസാദ്, ഭരത് ഗോഗൈവാലെ, പ്രകാശ് അബിദ്കർ, യാഗേഷ് കദം, ആശിഷ് ജയ്സ്വാൾ, പ്രതാപ് സർനായിക് എന്നിവർ അടക്കം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നു. ഇവരൊക്കെ പുതുമുഖങ്ങളാണ്. പുതുമുഖമായിട്ടുള്ള ഇത്തവണ വിജയിച്ചു കയറിയിട്ടുള്ള MLA-മാരാണ്. അവരെയൊക്കെ തന്നെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം BJP-യിൽ 14 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ 14 പേരിൽ നിരവധി പ്രമുഖ MLA-മാർ മന്ത്രിസഭയിൽ ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിതീഷ് റാണെ, ശിവേന്ദ്ര രാജെ, ഗിരീഷ് മഹാജൻ, മേഘ്ന ബോർദിക്കർ, പങ്കജ മുണ്ടെ, ജയകുമാർ റാവൽ, മംഗൾ പ്രഭാത് ലോധ എന്നിവർക്ക് ഇൻഡക്ഷൻ കോളുകൾ ലഭിച്ചതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരികയും ചെയ്യുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ മന്ത്രിസഭയിലുള്ള നിരവധി പ്രമുഖർ BJP-യിൽ നിന്നും കൂടുതൽ പുതുമുഖങ്ങൾ കൂടി ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം NCPക്ക് 7 മന്ത്രിമാരാണ് നൽകിയിട്ടുള്ളത്. 7 മന്ത്രിമാരിൽ അദിതി തർക്കരെ, ബാബാ സാഹേബ് പാട്ടീൽ, ദത്താത്രേയ ഭരണെ, ഹസൽ മുഷ്രിഫ്, നർഹരി സിർവാൽ എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അജിത് പവാർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ മഹായുതി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇപ്പോൾ മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. 4 മണിക്ക് നാഗ്പൂർ മണ്ഡലത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അതിനു മുന്നോടിയായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ റോഡ് ഷോ നടക്കുകയാണ്. വലിയ ജനാവലി തന്നെയാണ് ഈ ഒരു റോഡ് ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഉപമുഖ്യമന്ത്രിമാർ ഏകനാഥിന്റെ ഒപ്പം തന്നെ അജിത് പവാർ ഇവർ രണ്ടുപേരും ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഈ അനിശ്ചിതത്വങ്ങൾക്ക് താൽക്കാലികമായി വിരാമമിടാൻ സാധിച്ചു BJP നേതൃത്വത്തിന് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും മഹാരാഷ്ട്രയിൽ ഒടുവിൽ മന്ത്രിസഭാ വികസനം സാധ്യമായി. പക്ഷേ വകുപ്പുകൾ ഏതൊക്കെ, അതിൽ ആശയക്കുഴപ്പം ഇപ്പോഴും ഒരു വ്യക്തത പൂർണ്ണമായിട്ടില്ല.